അസ്സലാമലൈക്കും. ഞാൻ വന്നിരിക്കുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചീസി ഗാർലിക് ബ്രെഡ് റെസിപ്പി ആയിട്ടാണ്. എന്നോട് കുറേ പേർ റിക്വസ്റ്റ് ചെയ്ത ഒരു റെസിപ്പിയാണിത്. എപ്പോഴും ഉണ്ടാക്കിയാൽ ശരിയാവാറില്ല, ഒരു വീഡിയോ ചെയ്യുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് ഉണ്ടാക്കാം. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഈസ്റ്റ് ഒന്ന് പൊങ്ങാനായിട്ട് വെക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് ചെറു ചൂടുവെള്ളം ചേർത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 25 ഗ്രാം അല്ലെങ്കിൽ 3 to 4 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഈസ്റ്റ് റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് അടച്ചു വെച്ച് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഈസ്റ്റ് പൊങ്ങി വരുമ്പോഴത്തേന് നമുക്ക് മൈദ സീവ് ചെയ്തെടുക്കാം. 1 കിലോ മൈദയാണ് എടുത്തത്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഒരു കുഴി ഉണ്ടാക്കി അതിലേക്ക് ഈസ്റ്റിൻ്റെ മിക്സ് ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. ഇതിലേക്ക് 1/2 കപ്പ് ചെറു ചൂടുള്ള പാല് കുറച്ചായിട്ട് ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കുക. എത്രത്തോളം നന്നായി കുഴച്ചെടുക്കുന്നോ അത്രത്തോളം ബ്രെഡും സോഫ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ കൂടി ഒഴിച്ച് ഒന്നുകൂടി നന്നായി സോഫ്റ്റ് ആകുന്നത് വരെ കുഴച്ചെടുക്കാം. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ബട്ടറോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. നല്ലപോലെ കുഴച്ചെടുത്ത് ചൂടുള്ള സ്ഥലത്ത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഞാൻ സാധാരണ ഓവനിലാണ് വെക്കാറ്, അപ്പോൾ എളുപ്പത്തിൽ പൊങ്ങിക്കിട്ടും. ഇതുപോലെ ബ്രേക്ക് ആൻഡ് സ്ട്രെച്ച് മെത്തേഡിലാണ് ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ കുഴച്ചെടുക്കേണ്ടത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഓയിൽ കൂടി തേച്ച് കൊടുത്ത് 1 മണിക്കൂറോളം ഒന്ന് പൊങ്ങാനായിട്ട് അടച്ചു വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതോ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിനെ 4 പോർഷനായിട്ട് കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. എപ്പോഴും കത്തി കൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൈകൊണ്ട് കീറിയെടുക്കുമ്പോൾ അതിലുള്ള എയർ റിലീസാവും. ഓരോ ഡോയും ഇതുപോലെ കുറച്ച് തിക്കായിട്ട് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് ബട്ടറും ഗാർലിക്കും ഒറിഗാനോയും കൂടിയുള്ള മിക്സ് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇതുണ്ടാക്കുന്നത് 50 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്ത് അതിലേക്ക് ഒരു 5-8 അല്ലി ചെറുതായി ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയും കുറച്ച് ഒറിഗാനോയും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. മല്ലിയില കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇനി ചേർത്തിട്ടില്ല. ഇതിലേക്ക് സ്റ്റഫ് ചെയ്യാനായിട്ട് കുറച്ച് ക്യാപ്സിക്കവും സ്വീറ്റ് കോണും മൊസറല്ല ചീസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൈകൊണ്ട് സൈഡൊക്കെ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഗാർലിക് ബട്ടർ മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കത്തി കൊണ്ട് ചെറുതായി വരഞ്ഞിട്ട് കൊടുക്കാം. ബട്ടർ പേപ്പർ കൊണ്ട് കവർ ചെയ്ത് ഒരു 15 മിനിറ്റോളം ഒന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയത്ത് ഓവൺ ഒന്ന് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. പ്രീഹീറ്റ് ചെയ്ത ഓവണിൽ 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെ ഓവണിനനുസരിച്ച് ടൈമും മാറും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബേക്കായി വന്നാൽ ഓവണിൽ എടുത്ത പാടെ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീസി ഗാർലിക് ബ്രെഡാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക്